നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മാവൻ ഒരുപാട് സമയം വെള്ളമൊന്നും അടിക്കില്ല. ഞാൻ വെള്ളം അടിക്കാറേയില്ല. അതല്ല, ടാങ്കിൽ ഒരുപാട് സമയം മോട്ടറൊന്നും അടിക്കണ്ടെന്ന്. അത് ചെലവാക്കാൻ ഒരുപാട് പേരുണ്ടാവും. അമ്മേ, വെള്ളം എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ, ചുമ്മാതല്ലോ, നമ്മള് വാടക കൊടുക്കുന്നില്ലേ. നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടി ഒത്തുകൂടും. ഇന്ന് എന്താ അമ്മേ സ്പെഷ്യല്? അത് കഴിച്ചു നോക്കിട്ട് പറഞ്ഞാ മതി. നേരം പോയി. ഇനി അമ്മ അയാളോട് പറയണേ, രാവിലെ തന്നെ വന്ന് മനുഷ്യന്റെ സ്വൈര്യം കെടുത്തല്ലേ എന്ന്. നീ അത് വിട്ടില്ലേ? വിടും. മിക്കവാറും ഞാൻ അയാളെ കാലപുരിയിലേക്ക് വിടും. അയ്യോ, അതെന്താ കാലപുരിക്ക് വിടുന്നു പറഞ്ഞേ? അയാളെ കൊല്ലുമെന്നാ പറഞ്ഞത്. അമ്മ, ഞാൻ പോയിട്ട് വരാം. ഇത് എവിടെ ശരവണ ഹോസ്പിറ്റല്? அம்மா நீ கரெக்டா தெரியாது. ஆனா ஃப்ரெண்டோட சிஸ்டரோட ஃபோன் நம்பர் கை இருக்கு. அங்க போயிட்டு கூப்பிட்டு கேட்கலாம். നീ ഇവിടെ നിൽക്കൊന്നുമില്ലല്ലോ? இல்லம்மா, ലേറ്റ് ആയാലും കണ്ടിട്ട് തിരുമ്പി വരും. അവൻ കുഞ്ഞുനാൾ മുതലേ എന്നോട് ഫ്രണ്ട്. അസുഖം കുറച്ച് കൂടുതലായിരുന്നു. ഒരു വാട്ടി പോയി പാക്കലേനാ അത് ശരിയാകാതെ. ശരി, പോയിട്ട് വാ. ശരി അമ്മ. ശരവണ, നിക്ക്. എന്നമ്മ? ഇത് വെച്ചോ. അയ്യോ വേണ്ടമ്മ, പണം എൻ കൈ ഇருக்கு. ഇതുകൂടി ഇരുന്നോട്ടെ. അവിടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാലോ? വേണ്ടമ്മ, ഇருக்கு. എന്റെ ആങ്ങളൊരു സ്ഥലത്ത് ചെന്ന് തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. ഇത് വാങ്ങിച്ചിട്ട് പോയി. പുസ്തകേടാണ്. വാ, നമുക്ക് ഇറങ്ങിയാലോ? അല്ല, ബാഗൊക്കെ ഇനി ആരെടുക്കും? നോക്ക്, ബിഗ് ബോയ് ആയി. ഇതൊക്കെ ഇനി തന്നെ ചെയ്യണം. അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുക്ക. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. ബൈ ബൈ. ജ്യോതി, ഇതിലൊന്നും ഇല്ലേ? ഞാനാണ് വെച്ചത്. ഗുഡ് മോർണിംഗ് കല്യാണി. ഗുഡ് മോർണിംഗ് ആദി. ഗുഡ് മോർണിംഗ് കല്യാണി. പത്മ ടീച്ചറിന് വീട് ഇഷ്ടായോ? ആദിക്കോ? സൂപ്പർ. കല്യാണി, ആ? രാവിലെ തന്നെ അപശകുനം. ഞാനോ? ഇന്നത്തെ കണി തന്നെ ശരിയല്ല. ഇങ്ങനെ ഒന്നും നടക്കില്ല. അമ്മാവൻ ഒരുപാട് സമയം വെള്ളമൊന്നും അടിക്കില്ല. ഞാൻ വെള്ളം അടിക്കാറേയില്ല. അതല്ല, ടാങ്കിൽ ഒരുപാട് സമയം മോട്ടറൊന്നും അടിക്കണ്ടെന്ന്. അത് ചെലവാക്കാൻ ഒരുപാട് പേരുണ്ടാവും. അമ്മേ, വെള്ളം എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോ, ചുമ്മാതല്ലോ, നമ്മള് വാടക കൊടുക്കുന്നില്ലേ. നിങ്ങൾ എന്തിനാ കാണുമ്പോ വഴക്കിടുന്നത്? എന്നോടല്ല, അവിടെ ചോദിക്കും. എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. ഓട്ടോ, ഞങ്ങൾ ഇറങ്ങാം. വാ 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 വാ. ഹരി, ഭയങ്കര കയറിക്കോ.
ഇത് ഞാൻ വിളിച്ച ഓട്ടോ അല്ലേ? എന്നിതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓട്ടം വിളിക്കാറുള്ള വണ്ടിയാ. എന്റെ ആവശ്യത്തിനാ വന്നത്. എടാ, നീ അതിന് ഓട്ടോക്കകത്തല്ലല്ലോ പോകാറ്. ഇന്ന് ഞാൻ ഓട്ടോയിലാ പോകുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. മോൻ വാ. ഈ നാട്ടില് വേറെ വണ്ടിയൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. നമ്മുടെ തക്കാളി അടി. അയ്യോ, എന്തുവാടാ? ഞാനൊരു പേപ്പർ എടുക്കാൻ മറന്നു. ഒന്നിറങ്ങി. ചേട്ടാ, നിനക്ക് വേറെ വണ്ടി കിട്ടുമെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോഴേ ഈ ഓട്ടോയിൽ തന്നെ പോണം തോന്നി. എന്താ കുഴപ്പം? ദേ, മര്യാദയ്ക്ക് ഇറങ്ങുന്നുണ്ടോ? എന്തിനാ മക്കളെ ബഹളം വെക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്കല്ലേ പോകുന്നത്? നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പൊയ്ക്കൂടെ? ഷെയർ ചെയ്യാനോ? ഇയാളോ കേട്ടോ? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതിലും ഭേദേ വല്ല ട്രെയിനിനും തല വെക്കുന്നതാ. നീ ട്രെയിനിന്റെ മുന്നിൽ ചെന്നാലേ ട്രെയിനിന്റെ പാളം തെറ്റും. ചേട്ടാ, നിങ്ങൾ വണ്ടി വിട്ടേ. ഇവരെയും കൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ഞാൻ ഈ വണ്ടിയും കൊണ്ട് വന്നതേ നിങ്ങളുടെ തിരുമറി കാണാനല്ല. ഇതിലാരാ വരുന്നെന്ന് തീരുമാനിക്കും. മോളെ, ഇപ്പൊ എന്തായാലും ഇങ്ങനെ സംഭവിച്ചില്ലേ? നിങ്ങൾ ഒന്നിച്ചങ്ങ് പോവും. നീ ഇനി വൈകിയാലേ ഓഫീസിലെത്താൻ ബുദ്ധിമുട്ടിലാവും. നീ അങ്ങോട്ട് കേറാൻ നോക്കിയേ. അല്ല, അത് നിന്നോട് അങ്ങോട്ട് കേറാനല്ലേ പറഞ്ഞേ? നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അവിടെ കേറിക്കേ. കേറിക്കോട്ടെ മോളെ, അവർക്കും വൈകില്ലേ? എന്നെ പറഞ്ഞു മതിയല്ലോ. വാ ഇങ്ങോട്ട്. വന്നേ. എല്ലാത്തിനും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോ തരുന്നുണ്ട്. ഓ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അണ്ണാ പോവാവോ? ഇനിയിപ്പോ എന്ത് കാണാനാ നിൽക്കുന്നു? വണ്ടി വിടും. ആ, എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്റെ തലയിൽ കയറിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.